നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ ആത്മീയ സാംസ്കാരിക തലസ്ഥാനമായി അയോധ്യയെ മാറ്റാൻ വിപുലമായ പദ്ധതികളുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. രാമക്ഷേത്ര നിർമ്മാണത്തിനായി നടന്ന ഐതിഹാസിക പരിശ്രമങ്ങളെ ലോകത്തിനു മുന്നിൽ എത്തിക്കുവാനും ബാലകരാമന്റെ പ്രാണപ്രതിഷ്ഠ എല്ലാ രാജ്യങ്ങളിലും സൃഷ്ടിച്ച ആവേശകരമായ അന്തരീക്ഷം പ്രയോജനപ്പെടുത്തുവാനും പദ്ധതിയിട്ടാണ് നീക്കങ്ങൾ നടക്കുന്നത്. കോടാനുകോടി ആളുകളാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോഴും അയോധ്യയിലേക്ക് എത്തുന്നത്. ദുബായ് കേന്ദ്രമാക്കിയ ഹൗസ് ഓഫ് അഭിനന്ദൻ ലോധ എന്ന കമ്പനി ദുബായ്, ന്യൂയോർക്ക്, ഡൽഹി, NCR എന്നിവിടങ്ങളിൽ വിദേശ നിക്ഷേപകരെ ആകർഷിക്കാൻ അയോധ്യയുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അയോധ്യയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടിയുള്ള ദൃശ്യ ചിത്രീകരണങ്ങൾ ദുബായ്, ന്യൂയോർക്ക്, ടൈംസ് സ്ക്വയർ എന്നിവിടങ്ങളിൽ കമ്പനി പ്രദർശിപ്പിക്കുമെന്നും ചെയർമാൻ അഭിനന്ദൻ ലോധ അറിയിച്ചു. അയോധ്യയുടെ ചരിത്രവും സംസ്കാരവും ആത്മീയ പ്രാധാന്യവും ലോകത്തെ മുഴുവൻ അറിയിക്കുകയാണ് ലക്ഷ്യം. വിദേശത്ത് സ്ഥിരതാമസമാക്കിയ ഭാരതീയരെ അയോധ്യയിലേക്ക് ആകർഷിക്കുകയും അവരെ പുണ്യ നഗരത്തിന്റെ പുരോഗതിയുടെ ഭാഗമാക്കുകയുമാണ് ലക്ഷ്യം. അമിതാഭ് ബച്ചൻ അയോധ്യയിൽ വീട് വെക്കാനെടുത്ത തീരുമാനം ഈ മുന്നേറ്റത്തിന്റെ ഭാഗമാകും. കമ്പനിയുടെ പ്രചാരണ പരിപാടികൾ മുതിർന്ന ബോളിവുഡ് സൂപ്പർ താരവും പങ്കാളിയാണെന്ന് അഭിനന്ദൻ ലോധ പറഞ്ഞു.